നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. കുറ്റം എനിക്ക് മേലെ വെച്ചോളൂ, പ്രവർത്തകരെ വേട്ടയാടരുതെന്ന് നടൻ വിജയ്. ചാനൽ ചർച്ചയിൽ BJP വക്താവിന്റെ ഭീഷണി പ്രയോഗം. പ്രമേയം നിരസിച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. കോഴിക്കോട് മോഷണ പരമ്പര. പ്രതിയുടെ വീട്ടിൽ നിന്ന് 32 പവൻ സ്വർണമടക്കം സാധനങ്ങൾ കണ്ടെടുത്തു. വ്യക്തിയാധിക്ഷേപ സൈബർ പോസ്റ്റുകൾ. 5 ലിങ്കുകളുടെ വിവരങ്ങൾ മെറ്റ കൈമാറി. വാർത്തകൾ വിശദമായി. കുറ്റം എനിക്ക് മേലെ വെച്ചോളൂ, പ്രവർത്തകരെ വേട്ടയാടരുതെന്ന് നടൻ വിജയ്. CM സർ, കുറ്റം എനിക്ക് മേലെ വെച്ചോളൂ, പ്രവർത്തകരെ വേട്ടയാടരുതെന്ന് വീഡിയോ സന്ദേശത്തിൽ തമിഴ്നാട് വ്യക്തിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ്. തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആളുകൾ കാണാനെത്തിയത്. ആ സ്നേഹത്തിന് നന്ദിയുണ്ട്. എന്നാൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം. സത്യം പുറത്തു വരുമെന്ന് പറഞ്ഞ വിജയ് ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന ധ്വനിയിലുള്ള പരാമർശങ്ങളും നടത്തി. ഉടൻ തന്നെ എല്ലാവരെയും കാണുമെന്നും രാഷ്ട്രീയം ശക്തമായി തുടരുമെന്നും വിജയ് വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. ചാനൽ ചർച്ചയിൽ BJP വക്താവിന്റെ ഭീഷണി പ്രയോഗം. പ്രമേയം നിരസിച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ചാനൽ ചർച്ചയിൽ BJP വക്താവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി മുഴക്കിയെന്ന വിഷയത്തിൽ നൽകിയ അടിയന്തര പ്രമേയത്തെ ചൊല്ലി നിയമസഭ പ്രക്ഷുബ്ധമായി. പ്രമേയം ചർച്ചയ്ക്കെടുക്കാത്ത സ്പീക്കറുടെ നിലപാടിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. BJP വക്താവ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. പക്ഷേ സ്പീക്കർ നോട്ടീസ് നിരസിച്ചു. ഇതോടെയാണ് രംഗം പ്രക്ഷുബ്ധമായത്. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. സ്പീക്കറുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് ബാനറുമേന്തി നീങ്ങിയ അംഗങ്ങളെ വാച്ച് ആൻഡ് വാർഡ് പ്രതിരോധിച്ചു. കോഴിക്കോട് മോഷണ പരമ്പര. പ്രതിയുടെ വീട്ടിൽ നിന്ന് 32 പവൻ സ്വർണമടക്കം സാധനങ്ങൾ കണ്ടെടുത്തു. കോഴിക്കോട് ചേവായൂർ മേഖലയിലെ മോഷണ പരമ്പരയിൽ പിടിയിലായ യുവാവിന്റെ വീട്ടിൽ നിന്ന് മോഷണം മുതലായ 32 പവൻ സ്വർണമടക്കം നിരവധി സാധനങ്ങൾ കണ്ടെടുത്തു. പ്രതി അഖിലിന്റെ കക്കോടിയിലെ വീട്ടിൽ നിന്നാണ് സാധനങ്ങൾ കണ്ടെടുത്തത്. 32 പവൻ സ്വർണത്തിന് പുറമെ 3 ലക്ഷം രൂപ, 10 ലിറ്റർ മദ്യം, ഡിജിറ്റൽ ക്യാമറ, വിലയേറിയ ഹെഡ്സെറ്റ്, ലാപ്ടോപ്പ്, ഫാൻ എന്നിവയാണ് കണ്ടെടുത്തത്. കണ്ടെടുത്ത 32 പവൻ സ്വർണത്തിൽ 22 പവൻ പറമ്പിൽ ബസാറിലെ വിഷ്ണു എന്നയാളുടെ വീട്ടിൽ നിന്നും 10 പവൻ ചാലിൽ താഴത്തെ വീട്ടിൽ നിന്നും മോഷ്ടിച്ചവയാണെന്നാണ് അഖിൽ പറയുന്നത്. 14 കവർച്ചകൾ നടത്തിയതായാണ് ഇതുവരെ അഖിൽ ഏറ്റുപറഞ്ഞിട്ടുള്ളത്. അഖിലിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കമെന്നറിയുന്നു. വ്യക്തിയധിക്ഷേപ സൈബർ പോസ്റ്റുകൾ. 5 ലിങ്കുകളുടെ വിവരങ്ങൾ മെറ്റ കൈമാറി. പറവൂരിലെ CPIM നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ വ്യക്തിയാധിക്ഷേപ കേസിൽ പോലീസ് ആവശ്യപ്പെട്ട 13ൽ 5 ലിങ്കുകളുടെ വിവരങ്ങൾ മെറ്റ കൈമാറി. ഇനി 8 ലിങ്കുകളുടെ വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. ലഭ്യമായ ലിങ്കുകളിലെ വിവരങ്ങൾ കൊച്ചി റൂറൽ സൈബർ പോലീസ് പരിശോധിച്ച് കൂടുതൽ പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. കരൂരിലെ ആൾക്കൂട്ട ദുരന്തം. 2 നേതാക്കളെ റിമാൻഡ് ചെയ്തു. തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ റാലിയുടെ ഭാഗമായി ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 2 നേതാക്കളെ റിമാൻഡ് ചെയ്തു. കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ, സെൻട്രൽ സിറ്റി സെക്രട്ടറി പൗൻരാജ് എന്നിവരെയാണ് ഒക്ടോബർ 14 വരെ കരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ഇതിനിടെ വിഴുപ്പുറം ജില്ലയിലെ ശാഖാ സെക്രട്ടറി V അയ്യപ്പൻ സംഭവത്തിൽ മനംനൊന്ത് ജീവനൊടുക്കി. മുൻ മന്ത്രിയും DMK നേതാവുമായ സെന്തിൽ ബാലാജിയാണ് ദുരന്തത്തിന് കാരണക്കാരനെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ അയ്യപ്പൻ എഴുതിയിട്ടുണ്ട്. അയ്യപ്പ സംഗമം. NSS ഔദ്യോഗിക നിലപാടിനെ പിന്തുണച്ച് ബാനർ. ശബരിമല അയ്യപ്പ സംഗമ വിഷയത്തിൽ NSSന്റെ ഔദ്യോഗിക നിലപാടിനെ പിന്തുണച്ച് ഫ്ലെക്സ് ബാനർ. തുടർച്ചയായി വിമർശന ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെടുന്നതിനിടെ ഇതാദ്യമായാണ് നേതൃത്വത്തിന് അനുകൂലമായ ബാനർ ഉയർന്നത്. തിരുവനന്തപുരത്തെ ശ്രീവരാഹത്താണ് ഈ ബാനർ വന്നത്. വിശ്വാസികളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാനും നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനും ധീരമായ നിലപാടെടുത്ത ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കും വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിനും അഭിവാദനങ്ങൾ എന്നാണ് നായർ സമുദായ സംരക്ഷണ സമിതിയുടെ പേരിലുള്ള ബാനറിൽ എഴുതിയിരിക്കുന്നത്. ലണ്ടനിൽ ഗാന്ധി പ്രതിമയ്ക്ക് നേരെ അക്രമം. ലണ്ടനിലെ പീസ് പാർക്ക് എന്നറിയപ്പെടുന്ന ടവിസ്റ്റോക്ക് സ്ക്വയറിലെ ഗാന്ധി പ്രതിമയ്ക്ക് നേരെ അക്രമം. 1968 ഫ്രെഡ ബ്രില്യന്റ് എന്ന ശില്പി വെങ്കലത്തിൽ തീർത്ത പ്രതിമയാണിത്. ലണ്ടൻ സർവകലാശാലയിൽ ഗാന്ധിജി നിയമം പഠിച്ചതിന്റെ സ്മരണയ്ക്കായാണ് പ്രതിമ സ്ഥാപിച്ചത്. പ്രതിമയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കടുത്ത പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നാലെ പ്രതിമ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നതായി മെട്രോപൊളിറ്റൻ പോലീസും കാംഡൻ കൗൺസിലും അറിയിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വ്യാജ ബോംബ് ഭീഷണി. ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഫോൺ സന്ദേശം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിഭ്രാന്തി വളർത്തി.
ഇന്നലെ രാത്രി 11:45 സന്ദേശം പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിച്ചത്. സിറ്റി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. തുടർന്ന് ഫോൺ വിളിച്ച നമ്പർ പരിശോധിച്ചതിൽ പെരിങ്ങോം സ്റ്റേഷന്റെ പരിധിയിൽ നിന്നാണെന്ന് കണ്ടെത്തി. SIയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പെരുമ്പടവ് സ്വദേശിയും 53-കാരനുമായ മാനസികാസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് വിളിച്ചതെന്ന് വ്യക്തമായി. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിരുന്ന മോഷണക്കേസ് പ്രതികൾ പിടിയിൽ. കൊല്ലത്തു നിന്നും കൈവിലങ്ങുമായി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട മോഷണക്കേസിലെ പ്രതികൾ പിടിയിൽ. അയ്യൂബ് ഖാൻ, മകൻ സയ്യിദലവി എന്നിവരാണ് വയനാട്ടിലെ മേപ്പാടിയിൽ നിന്ന് പിടിയിലായത്. പാലോട് സ്റ്റേഷനിലെ മോഷണക്കേസിലെ പ്രതികളായ ഇവർ ഞായറാഴ്ചയായിരുന്നു കടയ്ക്കൽ ചെറുകുളത്ത് വെച്ച് തെളിവെടുപ്പ് കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി രക്ഷപ്പെട്ടത്. മൂത്രമൊഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരാളുടെ കൈവിലങ്ങ് അഴിച്ചയുടൻ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മുൻപ് ഇവർ മോഷണം നടത്തി സ്വരൂപിച്ചിരുന്ന പണം ചിലവഴിച്ചിരുന്നത് വയനാട്ടിലാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വയനാട്ടിൽ തിരച്ചിൽ നടത്തി ഇവരെ പിടികൂടിയത്. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ മുൻ അഡ്മിൻ മരിച്ച നിലയിൽ. കോൺഗ്രസ് സംസ്ഥാന ഡിജിറ്റൽ മീഡിയ സെൽ മുൻ അഡ്മിൻ മരിച്ച നിലയിൽ. PV ജെയിനെയാണ് കൊച്ചി ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടത്. മരണകാരണം സാമ്പത്തിക പ്രതിസന്ധിയാണെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന ഡിജിറ്റൽ മീഡിയ ടീം അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി ജെയിൻ KPCCക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. പാചക തൊഴിലാളിയുടെ കൊലപാതകം, അയൽവാസി അറസ്റ്റിൽ. തിരുവനന്തപുരം കോവളത്ത് പാചകത്തൊഴിലാളി രാജേന്ദ്രൻ കൊല്ലപ്പെട്ട കേസിൽ അയൽവാസിയായ യുവാവ് അറസ്റ്റിലായി. രാജീവ് എന്നയാളാണ് തന്റെ അമ്മയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ രാജേന്ദ്രനെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 17-നാണ് ബന്ധുവീടിന്റെ ടെറസിന്റെ മുകളിൽ മരിച്ച നിലയിൽ രാജേന്ദ്രനെ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ബലപ്രയോഗം നടന്നതായി സംശയം പ്രകടിപ്പിച്ചതാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. സംഭവ ദിവസം രാജേന്ദ്രൻ രാജീവിന്റെ വീട്ടിലെത്തി രാജീവിന്റെ അമ്മയുമായി ഉണ്ടായിരുന്നു. സംഭവത്തിൽ രാജീവിന്റെ അമ്മയുടെ കൈക്ക് പരിക്കേറ്റിരുന്നു. 5 വർഷമായി രാജേന്ദ്രനോട് വൈരാഗ്യമുണ്ടായിരുന്ന രാജീവൻ ഇത് ചോദിക്കാൻ ചെല്ലുകയും ഇരുവരും തമ്മിൽ വഴക്കും വിടിവലിയും നടക്കുന്നതിനിടെ രാജേന്ദ്രനെ മുൻവൈരാഗ്യം വെച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. പാക് അധീന കശ്മീരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തം. പാകിസ്ഥാൻ അധീനതയിലുള്ള കശ്മീരിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തം. കശ്മീരി അഭയാർത്ഥികൾക്ക് നിയമസഭയിൽ നീക്കിവെച്ച 12 സീറ്റുകൾ വേണ്ടെന്ന് തീരുമാനിക്കണമെന്നാണ് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നത്. സബ്സിഡി നിരക്കിലുള്ള ധാന്യം, ന്യായമായ വൈദ്യുതി നിരക്ക്, വാഗ്ദാനം നൽകിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കൽ എന്നിവയാണ് പ്രക്ഷോഭക്കാർ ആവശ്യപ്പെടുന്നത്. പ്രക്ഷോഭം ഒരു സംവിധാനത്തിനും എതിരല്ലെന്നും 70 വർഷമായി ജനതയ്ക്ക് നിഷേധിക്കപ്പെട്ട മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരമാണെന്നുമാണ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവ് നവാസ് ഷൌക്കത്ത് മിർ പറയുന്നത്. ബസ്സിൽ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ ഉപദ്രവിച്ച മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. സ്വകാര്യ ബസ്സിൽ പ്രായപൂർത്തിയെത്താത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച മദ്രസ അധ്യാപകൻ അറസ്റ്റിലായി. മലപ്പുറം കിഴിശ്ശേരി ചെങ്ങണീരി സ്വദേശി 49-കാരൻ അലി അസ്കറാണ് അറസ്റ്റിലായത്. വയനാട് മേപ്പാടിക്ക് സമീപത്തുള്ള ജോലി സ്ഥലത്ത് നിന്നാണ് ഇയാളെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 20-ന് വൈകിട്ട് കിഴിശ്ശേരിയിൽ നിന്ന് കുട്ടിയെ ഇയാൾ അടുത്ത് വിളിച്ചിരുത്തി മഞ്ചേരി വരെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടി വീട്ടുകാരോട് പറഞ്ഞ് ചൈൽഡ് ലൈൻ വഴിയാണ് പോലീസിൽ വിഷയം പരാതിയായത്. ലോട്ടറി ചില്ലറ വിൽപ്പനക്കാരെ കബളിപ്പിച്ച്
ടിക്കറ്റ് തട്ടിയെടുത്ത ബിരുദനെ പിടികൂടി. കോട്ടയത്ത് ചില്ലറ വിൽപ്പനക്കാരെ കബളിപ്പിച്ച് ലോട്ടറി തട്ടിയെടുത്തയാളെ പിടികൂടി. ഇടുക്കി ശാന്തൻപാറ സ്വദേശിയായ ബിജുവിനെയാണ് ക്യാമറ ദൃശ്യങ്ങൾ മാത്രം വെച്ച് കോട്ടയം വെസ്റ്റ് പോലീസ് എറണാകുളത്ത് നിന്ന് പിടികൂടിയത്. 18-ന് സെൻട്രൽ ജംഗ്ഷനിലെ അഞ്ജലി പാർക്ക് ഹോട്ടലിന് മുന്നിൽ നടപ്പാതയിൽ കച്ചവടം ചെയ്തിരുന്ന ആന്ധ്ര സ്വദേശിയായ അംഗപരിമിതനിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി പഴയ ഫോൺ നൽകി ATM-ൽ നിന്ന് പണം എടുത്തു നൽകാമെന്ന് പറഞ്ഞ് ഇയാൾ മുങ്ങുകയായിരുന്നു. 22-ന് തിരുനക്കര സ്റ്റേറ്റ് ബാങ്കിന് മുന്നിൽ കച്ചവടം നടത്തുന്നയാളിൽ നിന്നും ഗൂഗിൾ പേയിൽ പണത്തിന് പകരം റിക്വസ്റ്റ് മാത്രം അയച്ച് സമൃദ്ധി ഭാഗ്യക്കുറിയുടെ 40 ടിക്കറ്റുകളാണ് ഇയാൾ തട്ടിയെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറ്റം എനിക്ക് മേലെ വെച്ചോളൂ, പ്രവർത്തകരെ വേട്ടയാടരുതെന്ന് നടൻ വിജയ്. ചാനൽ ചർച്ചയിൽ BJP വക്താവിന്റെ ഭീഷണി പ്രയോഗം. പ്രമേയം നിരസിച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. കോഴിക്കോട് മോഷണ പരമ്പര. പ്രതിയുടെ വീട്ടിൽ നിന്ന് 32 പവൻ സ്വർണമടക്കം സാധനങ്ങൾ കണ്ടെടുത്തു. വ്യക്തിയാധിക്ഷേപ സൈബർ പോസ്റ്റുകൾ. 5 ലിങ്കുകളുടെ വിവരങ്ങൾ മെറ്റ കൈമാറി. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.